ആരാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തെ ഭരിക്കുന്നത്? ഇത് ഒരു സാധാരണ ചോദ്യമല്ല. നമ്മൾ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളുണ്ട്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരികൾ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. ചില രാജ്യങ്ങളിൽ പട്ടാള ഭരണമാണ്, പട്ടാളക്കാർ തോക്കുകൊണ്ട് അധികാരം പ്രയോഗിക്കും. ചില രാജ്യങ്ങളിൽ രാജഭരണമാണ്, രാജാക്കന്മാരുടെ പരമ്പരാഗത അധികാരം അവർ പ്രയോഗിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ജനപ്രതിനിധികളോ പട്ടാളക്കാരോ രാജാക്കന്മാരോ ഒന്നുമല്ല ഈ ലോകത്തെ ഭരിക്കുന്നത് എന്നുള്ള ചില സൂചനകൾ ഇപ്പോൾ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദശലക്ഷക്കണക്കിന് രേഖകളുള്ള എപ്സ്റ്റീൻ ഫയൽ എടുക്കുക. അമേരിക്കൻ സ്റ്റേറ്റ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, അമേരിക്കൻ നീതിന്യായ വകുപ്പ് തന്നെയാണ് ഒരുപാട് പേരുകൾ മാറ്റിക്കൊണ്ട്, ഒരുപാട് രേഖകൾ മാറ്റിക്കൊണ്ട് ഈ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു കൊണ്ടുവന്നത്. ആരാണ് എപ്സ്റ്റീൻ? എപ്സ്റ്റീൻ ഒരു നക്ഷത്ര വേശ്യാലയം നടത്തുന്ന ആളാണ്. ലോകത്തെ എല്ലാ പ്രമാണിമാരുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹത്തിന് സുഹൃത്തുക്കളുണ്ട്. അവരുമായിട്ടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളുടെ സ്വഭാവം പക്ഷേ ഭയാനകമാണ്. തികഞ്ഞ അധോലോകത്തിൻ്റെ രീതിയിലാണ് ഈ എപ്സ്റ്റീൻ ഫയലുകളിൽ നമ്മൾ കാണുന്ന ഒരു ലോകം. ആ ലോകത്ത് ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, ആ ലോകത്ത് ബിൽഗേറ്റ്സ് ഉണ്ട്, ആ ലോകത്ത് ബ്രിട്ടനിലെ രാജകുമാരൻ ആൻഡ്രൂ രാജകുമാരനുണ്ട്. അതുപോലെയുള്ള ഒരുപാട് പ്രമാണിമാരുണ്ട്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഗൾഫ് ലോകത്തെയും ഒക്കെ വലിയ വലിയ ഷെയ്ഖന്മാരും ധനികന്മാരും പ്രമാണിമാരും ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് അനിൽ അംബാനിയെ പോലെയുള്ള ആളുകളുണ്ട്, ഹർദീപ് സിംഗ് പുരിയെ പോലുള്ള ആളുകളുണ്ട്, നരേന്ദ്രമോദി പോലും അതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ. എന്ത് തരത്തിലുള്ളൊരു ലോകമാണ് അവരുടേത്? ചെറിയ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുക. 17 വയസ്സിൽ അങ്ങനെ ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയിട്ട് അവിടെ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ഒരാളാണ് ഓസ്ട്രേലിയക്കാരിയായ ജിഫ്രി എന്ന പെൺകുട്ടി. ഈ ജിഫ്രി എന്ന പെൺകുട്ടി അവൾ മരിക്കുന്നത്, അവൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു പുസ്തകം എഴുതി വെച്ചു. ആ പുസ്തകത്തിൽ അവൾ പറഞ്ഞത്, ബ്രിട്ടനിലെ രാജകുമാരൻ, ബ്രിട്ടീഷ് രാജാവിൻ്റെ നേരെ അനിയൻ എലിസബത്ത് രാജ്ഞിയുടെ മകൻ, രണ്ടാമത്തെ മകൻ ആൻഡ്രൂ രാജകുമാരൻ തന്നെ ബലാത്സംഗം ചെയ്തു. ഇപ്പോൾ ചെറിയ പെൺകുട്ടിയായിരിക്കുന്ന സമയത്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ആ പുസ്തകത്തിൽ അവൾ പറയുന്നത്, കഴിഞ്ഞ വർഷം ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ട അവൾ പറയുന്നത്, ഓസ്ട്രേലിയ എന്നുള്ള കുട്ടിയാണ്, അവൾ പറയുന്നത്, ഇയാൾ എന്നോട് നടത്തിയിരിക്കുന്ന അതിക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ആ പുസ്തകം വരുന്നതിന് മുമ്പ് BBC-യുടെ ലേഖികയുമായിട്ട് ആൻഡ്രൂ രാജകുമാരൻ ഒരു വലിയ ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അതിൽ ആൻഡ്രൂ പറഞ്ഞു, ഞാനൊരു തരത്തിലുള്ള ഒരു പശവും ഉണ്ടായിട്ടില്ല, ഒരു കുഴപ്പവും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. പക്ഷേ ഈ പുസ്തകം പുറത്തു വന്നതോടുകൂടി രാജകുമാരൻ്റെ സ്ഥാനത്ത് നിന്ന് ബക്കിംഗ്ഹാം പാലസുകാരനെ എടുത്ത് പുറത്ത് കളഞ്ഞു. അയാൾക്ക് മറ്റു അധികാരങ്ങളില്ലാതാക്കി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അയാളെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താ കാരണം? 2001 മുതൽ 2011 10 വർഷക്കാലം ബ്രിട്ടൻ്റെ അനൗപചാരിക വ്യാപാര പ്രതിനിധിയായിട്ട്, വ്യാപാര മന്ത്രി വേറെയുണ്ട്, പക്ഷേ ഇദ്ദേഹത്തെ അന്താരാഷ്ട്ര വാണിജ്യത്തിൻ്റെ ചുമതലക്കാരനായിട്ട് അന്നത്തെ സർക്കാർ വെച്ചിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം ബ്രിട്ടൻ്റെ വാണിജ്യ രഹസ്യങ്ങളൊക്കെ തന്നെ എപ്സ്റ്റീന് ചോർത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം എപ്സ്റ്റീനുമായിട്ടുള്ള ഇടപാടുകൾ എങ്ങനെയാണ്, എപ്സ്റ്റീൻ്റെ സ്വകാര്യ ഐലൻഡിൽ വെച്ചിട്ടാണ് തന്നെ ഇയാൾ ഉപദ്രവിച്ചത് എന്ന് ജിഫ്രിയുടെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും ധാരാളം പേര് അറസ്റ്റ് ചെയ്യപ്പെടാനിടയുണ്ട്. അമേരിക്കയിൽ തന്നെ ഒരുപക്ഷെ ഈ രേഖകൾ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ, അതിന് നീതി പാലിക്കപ്പെടുകയാണെങ്കിൽ, ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡൻറ്റും ഈ കൽത്തുറുങ്കിലാവേണ്ട ഒരു അവസ്ഥയാണ് ആ രേഖകൾ വായിച്ചാൽ കാരണം. എന്താവും നമുക്കറിയില്ല, കാരണം ലോകം ഭരിക്കുന്നത് അത്രയുള്ള ശക്തികളാണ്. പക്ഷേ എപ്സ്റ്റീൻ ഫയൽ യഥാർത്ഥത്തിൽ എന്താ പറയുക, ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പൊരു ഫയലുകൾ വന്നിരുന്നു, അത് വിക്കിലീക്സ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഏതാണ്ട് ഒരു 10-15 കൊല്ലം മുമ്പ് ലോകത്തെ ഞെട്ടിത്തെറിപ്പിച്ച രേഖകളാണ് വിക്കിലീക്സ് എന്ന പേരിൽ അന്ന് ജൂലിയൻ അസാഞ്ചും സംഘവും പുറത്തു കൊണ്ടുവന്നത്. അമേരിക്കൻ എംബസിയിൽ നിന്നുള്ള അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചിരിക്കുന്ന നിരവധി രേഖകൾ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധ എംബസികളേക്ക് അയച്ചിരിക്കുന്ന രേഖകൾ, അതിലൂടെയാണ് അമേരിക്കയുടെ ലോകത്തിൻ്റെ പല സ്ഥലസ്ഥാനങ്ങളും അവരുടെ നടത്തുന്ന ഇടപാടുകൾ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ, അതിനുവേണ്ടി കൊടുക്കുന്ന കൈക്കൂലി, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മാരകായുധങ്ങൾ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉണ്ടാസംഘങ്ങൾ, അങ്ങനെയുള്ള അതിവിപുലമായിട്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച്,
ഒരു അധോലോക സംവിധാനത്തെക്കുറിച്ച്, ഈ അധോലോകത്തെ നിയന്ത്രിക്കുന്ന സ്റ്റേറ്റ് സംവിധാനത്തെക്കുറിച്ച്, FBI CIA കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള രേഖകളാണ്. അന്ന് ലോകം ഞെട്ടിത്തെറിച്ചു. പക്ഷെ എന്താ കാര്യം? അവർക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. ഇന്ത്യയിൽ ആ രേഖയിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രം പിന്നീട് വളരെ പ്രധാനപ്പെട്ട നേതാവും പിന്നെ രാഷ്ട്രീയ നേതാവുമൊക്കെയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തി എന്നുള്ളതാണ് മറ്റൊരു സംഗതി. കേരളത്തിൽ നിന്നുള്ള ഒരു MP യഥാർത്ഥത്തിൽ ആ രേഖയിൽ പേര് പറയുന്ന ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കൻ എംബസിയിലെ CIA ചോർത്തിക്കൊടുത്തത് അദ്ദേഹമാണ് എന്ന് ആ രേഖയിൽ കൃത്യമായിട്ട് പേര് വെച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനു മുമ്പ് പനാമ ഫയലുകൾ എന്ന പേരിൽ, പനാമ പേപ്പേഴ്സ് എന്ന പേരിൽ വളരെ വിശദമായിട്ടുള്ള ഒരുപാട് രേഖകൾ, അതും ഈ ചില മനസാക്ഷിയുള്ള ചില ആളുകൾ ചോർത്തി രോഗത്തിന് മുമ്പിൽ വെച്ചതാണ്. അത് പനാമയിലെ ഒരു ബാങ്ക് വഴി നടത്തിയ ഇടപാടുകളെ കുറിച്ചാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള വലിയ പണക്കാരായിട്ടുള്ള ആളുകൾ, അവർ തെറ്റായിട്ട് ആർജിച്ച, വ്യാജമായിട്ട് ആർജിച്ച, കളവായിട്ട് ആർജിച്ച പണം ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ ടാക്സ് ഹാവൻസ് എന്ന് പറയുന്ന നികുതിയില്ലാത്ത പ്രദേശങ്ങളിൽ പൂഴ്ത്തിവെക്കാനായിട്ട് ഏൽപ്പിച്ചത് പനാമയിലെ ഒരു ബാങ്കിനെയായിരുന്നു. ഈ ബാങ്കിൻ്റെ സേവനം എന്ന് പറയുന്നത് ലോകത്തെവിടെ ആർക്ക് കള്ളപ്പണം സൂക്ഷിക്കണോ അത് ഞങ്ങൾ സൂക്ഷിച്ചു തരാം. അത് അത് നിങ്ങൾ ആരുടെ പണമാണെന്ന് ആരും അറിയില്ല. നിങ്ങൾക്ക് എപ്പോൾ പണം വിഡ്രോ ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ പലിശ ഉപയോഗിക്കാം, നിങ്ങളുടെ ആവശ്യത്തിന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് മാറ്റാം, എങ്ങനെ വേണമെങ്കിലും അത് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങളുടെ പേര് എവിടെയും വരില്ല. ആഫ്രിക്കയിലെ രാജാക്കന്മാർ, ആഫ്രിക്കയിലെ ഭരണാധികാരികൾ, യൂറോപ്പിലെ ഭരണാധികാരികൾ, ലാറ്റിൻ അമേരിക്കയിലെ പ്രതാപികൾ, ഗൾഫിലെ ഷെയ്ഖന്മാർ, ചൈനീസ് പ്രസിഡൻ്റായിട്ടുള്ള ഷീ ജിൻപിങ്ങിൻ്റെ അളിയൻ, നമ്മുടെ റഷ്യയിലെ പ്രസിഡൻ്റായിട്ടുള്ള പുത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ, നിരവധി രാജ്യങ്ങളിലെ പട്ടാള ഭരണാധികാരികൾ, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ പേരുകളാണ് ആ പനാമ രേഖകളിലൂടെ പുറത്തു വന്നത്. സ്വന്തം രാജ്യത്തിൻ്റെ ധനം, സ്വന്തം രാജ്യത്തിലെ സമ്പത്ത് പല തരത്തിലുള്ള പരിപാടികളിലൂടെ കുത്തിച്ചോർത്തി ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി ബാങ്കുകളിൽ ഒളിപ്പിച്ച് വയ്ക്കുന്ന ഈ സംവിധാനത്തെയാണ് പനാമ പേപ്പേഴ്സ് എന്ന് പറയുന്ന രേഖകളിലൂടെ ലോകം കണ്ടത്. അപ്പോൾ സമീപകാലത്ത് ഈ 3 പ്രധാനപ്പെട്ട ലീക്കുകളിലൂടെ, അത് പനാമ പേപ്പേഴ്സ് ആയാലും ശരി, വിക്കിലീക്സ് ആയാലും ശരി, എപ്സ്റ്റീൻ ഫയലുകളുടെ വരവായാലും ശരി, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ലോകത്ത് ജനാധിപത്യം എന്നൊന്നില്ല, ലോകത്ത് നീതി എന്ന് പറയുന്ന ഒന്നില്ല, കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ എന്ന ഒരവസ്ഥയാണ് ഇന്ന് ലോകത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന് ഈ രേഖകൾ വളരെ പരസ്യമായിട്ട് കഴിഞ്ഞൊരു 10-15 കൊല്ലത്തിനിടയിൽ നമ്മുടെ ലോകത്തിന് മുമ്പിൽ വന്ന രേഖകൾ നമ്മളോട് പറയുന്നു. ജൂലിയൻ അസാഞ്ച് അതിൻ്റെ പേരിൽ ജയിലിൽ കടന്നു. എത്രയോ വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ കടന്നു. എഡ്വേർഡ് സ്നോഡൻ ആ തരത്തിലെ രേഖകൾ പുറത്തുകൊണ്ട് അമേരിക്ക ഓടി റഷ്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. ഈ പറഞ്ഞ എപ്സ്റ്റീൻ തന്നെ തൻ്റെ രഹസ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അമേരിക്കൻ ജയിലിലായപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് തൂങ്ങിച്ചത്തു എന്നാണ് പറയുന്നത്. തൂങ്ങിച്ചത്തോ ആരെങ്കിലും തല്ലിക്കൊന്നോ എന്നറിയില്ല. എന്തായാലും അയാളെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു. അപ്പോൾ ആ തരത്തിലുള്ള വളരെ മാരകമായിട്ടുള്ള, വളരെ ഭയാനകമായിട്ടുള്ള ഒരു അധോലോകമാണ് ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കുക. അത് സത്യമറിയുന്നത് എന്തായാലും നല്ലതാണ്.